ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ. ബട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഗെറ്റ് റെഡി വിത്ത് മൈ സിസ്റ്റർ അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇക്കാൻ്റെ നാത്തൂൻ്റെ മോള് കൊണ്ട് എന്താ ചെയ്യുക, വീഡിയോ എടുപ്പിക്കാമെന്ന് കരുതി കേട്ടോ. അതായത് വീഡിയോ എടുപ്പിക്കില്ല, അവളെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ആക്കാമെന്ന് കരുതി. ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യണ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിലവിലൊന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അധികം ഓവറായിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ ഒരുങ്ങണത്, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ എങ്ങനെ ഒരുങ്ങണം, അപ്പോൾ ആ ഒരു ലെവലിൽ കേട്ടോ നമ്മൾ ഇവളായിട്ടോ മേക്കപ്പ് ചെയ്യാൻ പോണത്. ഇതാണ് എൻ്റെ ഇക്കാൻ്റെ നാത്തൂൻ്റെ മോള്. ഫസ്റ്റ് നമുക്ക് അവളുടെ മുടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ മുടി ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം. എല്ലാവർക്കും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ക്യാമറയിൽ ഇങ്ങനെ നോക്കി ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ക്രാബ് വെച്ചിട്ട്, ഇതുപോലെ ഒരു ക്രാബ് വെച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളം മുഖമൊക്കെ കഴുകി വന്നതാട്ടോ, ക്ലീനായിട്ട് ഒന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫേസ്, നമ്മളിപ്പോൾ ഏതൊരു മേക്കപ്പ് ഇടുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഫേസ് വാഷാണോ സോപ്പാണോ എന്താണ് യൂസ് ചെയ്യണത് അത് വെച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകുക. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതൊരു ടവലേറ്റ് ഒന്ന് ഒപ്പിയെടുക്കുക, വെള്ളം കാര്യങ്ങളൊക്കെ വറ്റി ഒക്കെ റെഡി ആയതിന് ശേഷം, ഡ്രൈ ആയതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ, ക്രീമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണത് ഈ സോഫ്റ്റിൻ്റെ ഈ ഒരു ക്രീമാട്ടോ. ഒരു 5 വർഷത്തിന് മേലായി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പണ്ട് മുതലേ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യണത്. ഫസ്റ്റായിട്ട് തന്നെ കുഴപ്പമില്ല, നല്ല പ്രൊഡക്റ്റ് കേട്ടോ. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ കേട്ടോ മുഖത്ത്. പിന്നെ നമുക്കിതെല്ലായിടത്തും വെക്കാം. ബത്തീസ് അവിടെ മേലെ അലമ്പളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മേലേക്കാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്പോഞ്ചോ ബ്രഷ് അങ്ങനെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്തൊരു സാധനം തേക്കുമ്പോൾ അത് നമ്മൾ നെക്കിൽ യൂസ് ചെയ്യണം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇവള് ചെറിയ കുട്ടിയാണ്, ഇവൾക്ക് മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഒരു ഐലൈനർ ലിപ്സ്റ്റിക്കാണ് ഇവൾക്ക് സാധാരണ ഇട്ട് കൊടുക്കാറ്, ചിലപ്പോൾ ഐഷാഡോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവൾക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി എപ്പോഴും കുറച്ച് എടുക്കാറ്. ഞാൻ അങ്ങനെ തന്നെയായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. ലാക്മിൻ്റെ ആയിട്ട് യൂസ് ചെയ്യാറ് നല്ലതാണ്. പക്ഷെ ഒരു ലാക്മിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വെള്ള കളർ ഫീൽ ചെയ്യും. വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്കിതുവരെ അങ്ങനെ വേറെ കുഴപ്പവും കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റ് ടോണാണ്. ഞാൻ കൂടുതൽ വൈറ്റ് ടോണാണ് എല്ലാം യൂസ് ചെയ്യാറ്. പൗഡർ ആയിക്കോട്ടെ ക്രീമൊക്കെ വൈറ്റ് ടോൺ കേട്ടോ. കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ക്രീം. ഞാൻ തേക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ആയിട്ട് എടുക്കുക, അങ്ങനെ ഡോട്ട് ആക്കിയിട്ട് എല്ലായിടത്തും ആക്കി കൊടുക്കാറ് കേട്ടോ. അപ്പോൾ തന്നെ ഒക്കെ ശരിക്കും ഈ പുട്ടിരിക്കാൻ തുടങ്ങി പറയും ഈ 2 ക്രീം തേക്കുമ്പോഴത്തേനും കേട്ടോ. നമ്മൾ സ്കിന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. വേറെ ഞാൻ ഹോം റെമഡി ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെ കാപ്പിപ്പൊടിയിൽ മുട്ട അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ അതൊന്നും ഞാൻ ചെയ്യാറില്ല. ഓയിലൊക്കെ തേക്കും, അതായത് വെളിച്ചെണ്ണ, മഞ്ഞളുടെ വെളിച്ചെണ്ണ, പിന്നെ ക്യാരറ്റിൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫേസിൽ എപ്പോഴും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ബട്ട് എന്താ പറയുക, ഇങ്ങനെ ഓരോ പാക്ക് ഉണ്ടല്ലോ അതൊന്നും ചെയ്യാറില്ല. നെക്സ്റ്റ് നമ്മളായിട്ടുണ്ട് പൗഡർ. ഈ ഒരു ചെറിയൊരു മേക്കപ്പിനാണ് എന്നെ ഇങ്ങനെയൊക്കെ എപ്പോഴും പറയാറ്. എനിക്ക് വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പോൾ നമുക്ക് ഈ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതുപോലെയായിട്ട് ഇവിടെ കാണിക്കുന്നത്. സ്പീഡാക്കണില്ല, ഓൺ വോയിസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ബത്തും ഉമ്മി പറഞ്ഞിട്ട് ഇങ്ങനെ അലമ്പളിക്കുന്നുണ്ട് ആൾ കൊണ്ടിട്ട്. ഇല്ല, മോൾക്ക് ഇതുവരെ ഞാനിങ്ങനെ മേക്കപ്പും കാര്യങ്ങളും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം കുട്ടികളല്ലേ, ഫേസിന് അത്ര നല്ലതുമല്ല. അപ്പം അങ്ങനെ
എല്ലായിടത്തും ആയിന്ന് വിചാരിക്കണം. ഇനി നമ്മളൊന്ന് തുടക്കട്ടോ. സെറ്റ് അങ്ങനെയല്ല, ഞാൻ തന്നെ ചെയ്ത് കൊടുക്കണ്ടേ. ഒരതാൻ പാടില്ല മുഖം. ഓക്കെ, പിന്നെ നമുക്ക് ഹൈബ്രോ ചെയ്ത് കൊടുക്കാം. ഹൈബ്രോ ഇന്ന കമ്പനിയിൽ നിന്നൊന്നുമില്ല കേട്ടോ, ഏത് ഹൈബ്രോ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഓക്കെ, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ യൂസ് ചെയ്യണ ഐഷാഡോ പാലറ്റ് ഇതാണ് കേട്ടോ. ഇതിന് പേരൊന്നുമില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഷെയ്ഡ് മാത്രമായിട്ടുള്ളത് ഞാൻ ഇങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ് ഗോൾഡാണ്. നമുക്ക് ഇവൾക്കിപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കാം. ലൈറ്റ് മേക്കപ്പ് ആട്ടോ ഞാൻ ചെയ്യാറ് എപ്പോഴും. പിന്നെ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് നമ്മുടെ ഫേസ് ഒന്നും കൂടെ ബ്രൈറ്റ് ആവുക. പിന്നെ കളർ സെൻസിൻ്റെ ഒരു ഐലൈനർ കേട്ടോ, കണ്ണടക്ക്. ലാസ്റ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് പോയി. നമുക്കിങ്ങനെ കട്ടിയിലാക്കി കൊടുക്കാം. നമുക്ക് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പേര് ജ്യൂസി ലിപ്സ് പ്യുർ കെയർ വിത്ത് ലിപ് മാജിക് ലിപ് ബാം ആട്ടോ. മാജിക് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യണത് ഈ ഒരു ലിപ്സ്റ്റിക് ആട്ടോ. ഇത് വെച്ചിട്ട് തന്നെ ഞാൻ സ്മച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ബ്ലഷ് ആക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ചുണ്ടിൽ കൂടുതലാവില്ല, ബ്ലഷ് ആവും ചെയ്യും കേട്ടോ. ആദ്യം ഞാൻ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തു, ഇപ്പം ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. വെറുതെ എല്ലാം മാറി വലിച്ച് തേക്കണ്ടല്ലോ എന്ന് കേട്ടിട്ട് ഞാൻ ഇപ്പം അതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഓക്കെ, ഇപ്പം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മേക്കപ്പ്. ലാസ്റ്റ് കോമ്പാക്റ്റ് ഡാസിലറിൻ്റെ കേട്ടോ, കോമ്പാക്റ്റ്. ഓക്കെ, മേലൊക്കെ പൗഡറായി. ലെസ്റ്റ് നമുക്ക് ചെറുതായിട്ട് ഇട്ടുകൊടുക്കാം. ഞാൻ 10 ദിവസം ഇങ്ങനെ ഇട്ടുകൊടുത്ത് ശീലമായിട്ടാട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിബൺ ഇട്ട് കൊടുക്കാം. ഞാൻ ഹെയർ അങ്ങനെ സെറ്റാക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ 10 ദിവസം വന്നതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഓരോ മോഡലൊക്കെ കെട്ടാൻ തുടങ്ങിയത്. യൂട്യൂബിൽ തന്നെ ഓരോന്ന് കണ്ടിട്ടാട്ടോ. അതിന് മുന്നേ എനിക്കങ്ങനെ ഹെയറിനെ പറ്റൊന്നും അറിയില്ല. മേക്കപ്പ് പിന്നെയും ചെയ്യും. അത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ഇപ്പം നൈറ്റ് അല്ലേ, ഇങ്ങനെ ഒന്ന് കേട്ടോ.
പിടിക്കട്ടോ, മുടി പിടിക്കാറ് വട്ടെടുക്കട്ടെ. മുടി വട്ട വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ പോണേ. നൈറ്റായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു ഇതൊന്നും കാണിക്കുന്നില്ല. നൈറ്റ് അല്ലെങ്കിലും പകലാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ മുടി കെട്ടാറ് എപ്പോഴും. അല്ല, മുടി ഇട്ടല്ല, മേക്കപ്പ് ഇടാറ്. ആദ്യമൊക്കെ പഫ് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഞാൻ വെക്കാറില്ല. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പഫ് നിർത്തി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എന്തൊക്കെയാണ് മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്യണതെന്ന്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും യൂസ് ചെയ്യണില്ല, ഈ കണ്ട സാധനങ്ങളാട്ടോ യൂസ് ചെയ്യണത്. പിന്നെ ലിപ്സ്റ്റിക്ക് പല ഷെയ്ഡും ഉണ്ടാവും, പലത് മീൻസ് റെഡ് ഉണ്ടാവും, പിങ്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ. എനിക്ക് മെയിനായിട്ട് വേണ്ടത് ലിപ്സ്റ്റിക്കാണ്, വേറെ ഒന്നുമില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് എനിക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഒക്കെ ചെയ്യുക. പിന്നെ കമൻസൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കുറച്ച് ആൾക്കാർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പം എനിക്ക് എന്താ പറയുക, മുന്നത്തെ അത്ര വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ വീഡിയോ ഇപ്പോൾ ഇടയിൽ നിർത്തിയിട്ട്, ഞാനിപ്പോൾ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല മെയിനായിട്ട് വീഡിയോയും കാര്യം ഇടാത്തത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ഇവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ബൈ ബൈ. ബൈ.